ഇതിനെത്തോളം എക്സൈറ്റഡ് ആണ്? എത്രത്തോളം എക്സൈറ്റഡ് ആണ്? അങ്ങനൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കുന്നത് സന്തോഷം, അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. മേടിക്കുന്ന വലിയ സംഭവമായിട്ട് മറ്റുള്ളവർ കാണത്തില്ലായിരിക്കും, എനിക്കും അങ്ങനെയൊന്നും കാണില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയാണ്. സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ഒരു അച്ചീവ്മെന്റ് തന്നെയാണല്ലോ. അതെ, മോൻ മേടിച്ചല്ലോ, പലർന്നും മേടിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ട് കാണുന്നുമില്ല, ആരും ഞാനൊട്ട് അറിയിച്ചിട്ടും ഇല്ല വലിയ സംഭവമായിട്ട്. സന്തോഷം. ഇന്നാണ് ഡെലിവറി അല്ലേ? അവര് തന്നെ എനിക്ക് വന്ന് പരസ്യം കിട്ടാൻ തോന്നുന്നു, ഷോറൂം കാര്യം. ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്തു ചേച്ചി? ട്രിപ്പ് ഒന്നും ഇല്ല, ഇല്ലടാ അങ്ങനൊന്നും. വൈകിട്ട് കോഴിക്കോട് പോകണം, നാളെ ഇനോഗ്രേഷൻ ഉണ്ട് ദിവ്യ ബ്യൂട്ടി പാർലറിൽ, നാളെ 10 മണിക്ക്. കാറിനാണോ പോകുന്നത്? അല്ല, ഞാൻ അങ്ങനെ കാറിന് പോകാനല്ലോ, ഷൂട്ടിന് പോകാനല്ലോ കാർ മേടിച്ചത്. അടുത്തൊക്കെ പോകാൻ വേണ്ടി ഷൂട്ടിന് പോകുന്നത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ട് കാണിക്കാനല്ലേ ഷൂട്ടിന് പോകുന്നത് മേടിച്ചല്ല. രേണുസുതിയുടെ ഈ അച്ചീവ്മെന്റിനെ നല്ല രീതിയിലാണ് നോക്കി കാണുന്നത്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസിന് ശേഷം ഒരു 3 വിദേശ യാത്രകൾ കിട്ടി, അടുത്ത മാസം പ്രൊമോഷൻസ് കിട്ടി. അതെ. അപ്പം അതിനുശേഷം വണ്ടി എടുക്കുന്നു. അപ്പം നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ് ആണ് ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഭയങ്കര സന്തോഷം. അച്ചീവ്മെന്റ് നേരത്തെ എനിക്ക് പറ്റിയില്ല, ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ചേട്ടൻ ഒരു കാർ എടുത്തായിരുന്നു, അത് എന്താ പറയുക, ഉള്ളപ്പത്തേന് നമ്മളത് ചേട്ടൻ പോയപ്പോൾ ആർക്കും ഓടിക്കാമെന്ന് അറിയത്തില്ല, അതങ്ങ് പ്രശ്നമായി പോയത്, കേടായി പോയായിരുന്നു. പിന്നെ ഇവിടെ മോൻ വീട്ടിലെടുത്തത് അങ്ങ് കൊല്ലത്തായിരുന്നു. അപ്പം ഇളയത് ഋതപ്പം പറഞ്ഞ കാർ വേണം. പിന്നെ ഞാനും ആലോചിച്ചു എന്തായാലും മേടിക്കാം എന്നാണ്. അതും സ്വിഫ്റ്റ് തന്നെയാണോ? അതും അതാ ഇഷ്ടം. സ്വിഫ്റ്റ് വണ്ടി കണ്ടോ? ഏതാ കളർ? ഏതാ? ബ്ലൂ ആ. ലൈസൻസ് എടുക്കാൻ നോക്കുന്നുണ്ടോ? ഞാൻ ഓടിക്കത്തില്ലല്ലോ, മേടിക്കാം. അതുവരെ ഡ്രൈവറെ നോക്കൂ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൂരെയൊക്കെ ഷൂട്ടിന് പോകുമ്പം വണ്ടിയിൽ ബസ്സും ട്രെയിനും ഒക്കെ അല്ലേ പോകും. കസിൻസ് എല്ലാം ഉണ്ടല്ലോ, കസിൻസ് ആരെല്ലാം വന്ന് ഓടിച്ചു. പിന്നെ മോനുണ്ടല്ലോ, അവൻ. ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടായിരിക്കും പ്ലാൻ ചെയ്തോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അത് വലിയ സംഭവമാക്കി ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടും ദൈവസത്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അതാ ഇപ്പം ഒരാൾ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്, വലിയ സംഭവമാണ്. സോഷ്യൽ മീഡിയക്ക് സംഭവമായിരിക്കും, എനിക്ക് അങ്ങനെ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മളെ പാവങ്ങള്, നമ്മളതൊന്നും വലിയ സംഭവമാക്കുന്നൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും സന്തോഷം, സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. കാരണം നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, ചേട്ടൻ മേടിച്ചോണ്ട് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വലിയ ഇപ്പം ദുബായി പോയി ഞാൻ സംഭവമാക്കി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല. ഇനി കാർ മേടിച്ചോളൂ, ഒരു സ്വിഫ്റ്റ് കാർ മേടിച്ചാണോ സംഭവം എന്ന് കുറേ എണ്ണം ഇറങ്ങും. അതുകൊണ്ട് ഒരു സംഭവം ഞാൻ ആക്കിയിട്ടില്ല. സന്തോഷം അത്രേ ഉള്ളൂ, എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ മേടിച്ചതല്ലേ, സന്തോഷം അത്രേ ഉള്ളൂ. അല്ല, വലിയ സംഭവം ഒന്നും രേണുസുതി ആക്കിയിട്ടില്ല. ഇതൊന്നും വലിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് കാര്യമില്ലായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചുകൊണ്ട് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർ പറയും ഇതെന്ത് വലിയ കാര്യമാണോ, അതുകൊണ്ട് ഞാൻ സംഭവം ആക്കിയിട്ടില്ല ഒന്നും, മനസ്സിലായോ? പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. അതല്ലേ മോൻ ഇന്നലെ വൈകിട്ടേ വന്നത്, കിച്ചു ഇന്നലെ വൈകിട്ടേ ഓടി വന്നു. ഫിനാൻസ് ആണോ? കിച്ചും പറഞ്ഞു സന്തോഷമായിരുന്നു, സന്തോഷമായെന്ന് പറഞ്ഞിരുന്നു. അമ്മയുടെ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും അല്ല അച്ചീവ്മെന്റ് അല്ലെങ്കിൽ പോലും നല്ലൊരു ഒരു രേണുവിനെ സംബന്ധിച്ചാൽ തന്നെ ഫൈറ്റ് ചെയ്ത് വന്നതായതുകൊണ്ട് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ എല്ലാവരും കണക്കാക്കുന്നത് ഈ കാർ എടുക്കുന്നത്. ആണോ? അല്ല, ഇപ്പൊ ഇനി ഓരോരുത്തർ പൊങ്ങും, ഇതൊന്നും വലിയ സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു കേട്ടോ, ഞാൻ വലിയ സംഭവമായിട്ടൊന്നും കാണിച്ചല്ല എന്ന് ഞാൻ പറഞ്ഞത്. 6 മാസം മുന്നേ കണ്ട രേണുവിന് ഇപ്പോഴും നല്ല വ്യത്യാസം വരാം. പിന്നെ മെഡിസിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ റൂമിൽ പോയി സുന്ദരിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇത് ചെയ്തായിരുന്നു, സ്കിന്നിന്റെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ചെയ്യണ്ടേ, വ്യത്യാസം തോന്നണ്ടേ? ശരി ഓക്കെ, പോയിട്ട് ശരിയടാ.